ഇന്ന് നമ്മൾ പെനി ടെൻഡർ കോക്കനട്ട് ഐസ് ക്യാൻഡിയുടെ അതേ ടേസ്റ്റിൽ ഒരു ഹോം മെയ്ഡ് ഐസ് ക്യാൻഡിയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഇത് ആദ്യത്തെ ഹോം മെയ്ഡ് ടെൻഡർ കോക്കനട്ട് പെനിയുടെ റെസിപ്പിയാണിതെന്ന്. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും റെസിപ്പി കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പോൾ പെനി എന്ന പേരിൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പല വെറൈറ്റി ഫ്ലേവേഴ്സിലുള്ള ഐസ് ക്യാൻഡീസ് നമുക്ക് ലഭ്യമാണ്. പല ഫ്ലേവേഴ്സ് ഉണ്ട്. അതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ടെൻഡർ കോക്കനട്ടാണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു ഐസ് ക്യാൻഡിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അതേ രുചിയാണ് കേട്ടോ. നിങ്ങളപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ തയ്യാറാക്കി നോക്കണേ. ഇതിൻ്റെ ഷേപ്പിൽ കുറച്ച് വ്യത്യാസമുണ്ട്. എൻ്റെ ഐസ് മോൾഡ് ഈ ഒരു ഷേപ്പിലായതുകൊണ്ട് ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഈ ഐസ് ക്യാൻഡി ഉണ്ടാക്കിയിരിക്കുന്നതെന്നുള്ളൂ. രുചിയൊക്കെ അതേ രുചിയാണ്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചളവിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് അതിലും രുചിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാനായിട്ട് ഒരു കരിക്ക എടുത്തിരിക്കുന്നത്, അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഏതാണ്ട് 3/4 കപ്പോളം കരിക്കുണ്ടായിരുന്നു. ഈ ഐസ് ക്യാൻഡിക്ക് ഒരുപാട് മധുരം ഉണ്ടാവാറില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന ലൈറ്റ് മധുരം മാത്രമാണ് ഇതിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1/4 കപ്പ് മാത്രം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേണ്. 1/4 കപ്പ് പാൽപ്പൊടിയും 1 കപ്പ് പാലും ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ പഞ്ചസാരയും കരിക്കുമൊക്കെ നന്നായിട്ട് അരഞ്ഞ് തന്നെ നമുക്ക് കിട്ടണം. നമ്മളിത് കഴിക്കുമ്പം കുറച്ചൊക്കെ കരിക്കിൻ്റെ പീസസ് നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യണ പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് നമുക്ക് കുറച്ച് കരിക്കിൻ്റെ പീസസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമ്മളിത് ഒന്നും കൂടെ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കരിക്കിൻ്റെ പീസസ് അരഞ്ഞു പോകുമെന്ന് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വയ്ക്കുന്ന ഐസ് മോൾഡിലേക്കോ ഗ്ലാസ്സിലേക്കോ നേരിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചിട്ട് വരാം. അധികം നേരം അടിക്കേണ്ട, ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി. വിപ്പിംഗ് പൗഡറിന് പകരം വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഐസ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഐസ് മോൾഡ് ഇല്ലെങ്കിൽ ചെറിയ ഗ്ലാസ് ഉണ്ടല്ലോ, സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ ചില്ലി ഗ്ലാസ്സോ ആയാലും മതി. അപ്പോൾ ഞാൻ ഈ മോൾഡ് കൂടാതെ 3 ഗ്ലാസ്സിൽ ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. ഒരു സ്റ്റീൽ ഗ്ലാസ്സിലും 2 ചില്ലിൻ്റെ ഗ്ലാസ്സിലാണ് ഒഴിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഗ്ലാസിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് നടുക്ക് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു കത്തി വെച്ചിട്ട്. എന്നിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് സ്റ്റിക്ക് അതിനകത്തേക്ക് ഇറക്കി വയ്ക്കണേണ്. ഇതില്ലെങ്കിൽ ഇറുക്കിലായാലും മതി, ഇറുക്കിലിറക്കി വെച്ചാലും മതി. കുറച്ച് ബലമുള്ള ഇറുക്കിലായിരിക്കണം. അപ്പോൾ ഇതെല്ലാം ഒരു ട്രേയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചില്ലി ഗ്ലാസ്സിലും ഇതുപോലെ തന്നെ ഒരു 3/4 ഭാഗത്തോളം ഫില്ല് ചെയ്തിട്ട് അതുപോലെ തന്നെ കവർ ചെയ്തിട്ട് ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഒരു ലൈക്ക് കൊടുത്തേക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണം. അപ്പോൾ ഇതെല്ലാം ഒരു ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 12 മുതൽ 14 മണിക്കൂർ വരെ ഫ്രീസ് ചെയ്യാൻ വയ്ക്കണം. ഫ്രീസറിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷമേ നമുക്ക് ഇത് ഈ മോൾഡിൽ നിന്നും വിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ കഴിക്കുന്നതിന് കുറച്ച് മുമ്പ് ഇത് പുറത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇളനീർ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഐസ് ക്യാൻഡീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്